ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ഹനോയ് സ്റ്റേഷനിലാണ്. കുറച്ച് നേരം ഉറങ്ങി ഗൈസ്, അതാണ് ഫേസ് ഒരുമാതിരി നിൽക്കുന്നത്. 1.5 മണിക്കൂറുണ്ട് ട്രെയിൻ വരാൻ. ഒന്ന് ട്രെയിൻ സ്ട്രീറ്റിൽ കണ്ട പോലത്തെ ട്രെയിനാണെന്ന് തോന്നുന്നു. ഈ ഒരു മരം നമ്മൾ ആദ്യം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് വിചാരിച്ചത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. പക്ഷേ അല്ല ഗൈസ്, ഇത് ഒറിജിനൽ സാധനമാണത്. ഒറിജിനൽ സാധനമാണ്. പക്ഷെ ഇത് പൊട്ടിച്ച ചിലപ്പം ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് സീനാവും. അതുപോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് മരം കാണുന്നത്. ബിക്കോസ് ഇത് നമ്മുടെ നാട്ടിൽ എന്തായാലും ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മരണവർ പോണവർ ഇത് പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ഇനി 1.5 മണിക്കൂർ ടൈമുണ്ട്. 1.5 മണിക്കൂർ ടൈമുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡും പിന്നെ ഈ സിറ്റി ജസ്റ്റ് ഈ ഹനോയ് സ്റ്റേഷൻ്റെ അടുത്തുള്ള എവിടെയെങ്കിലും പോയി ജസ്റ്റ് ഒന്ന് കറങ്ങണം. പോയി നോക്കാൻ, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക, അത്രേ ഉള്ളൂ. വാക്കിംഗ് ത്രൂ വിയറ്റ്നാം. ഹനോയ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. നമ്മളെ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം അവിടെ മറ്റേ വീർ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നടക്കില്ലായിരുന്നു. ഒരു അമ്മ വന്നിട്ട് മറ്റേ ഇതൊക്കെ കൊണ്ടുവന്നു, ഫ്രൂട്ട്സ് ഐറ്റം കട്ട് ചെയ്ത സാധനം, മാങ്ങ, സ്ട്രോബെറി ഒക്കെ കൊണ്ടുവന്നിട്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇല്ല, റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര കൂടെ നമ്മളങ്ങോട്ട് ചേട്ടൻ സംസാരിച്ച് ഞാൻ ചോദിച്ചു ഇതിന്റെ റേറ്റ് എത്ര, എല്ലാത്തിൻ്റെയും റേറ്റ് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു അടിയിടാൻ അങ്ങനത്തെ കുറച്ച് സ്കാമും കാര്യങ്ങളൊക്കെ കാണും എന്തായാലുംടാ. നമുക്കൊന്നാമത്തെ കാര്യം ഇവിടുത്തെ ലാംഗ്വേജ് ഒന്നും വലുതായിട്ട് അറിഞ്ഞൂടാ. സോ നമ്മൾ പറയാൻ അവർക്ക് മനസ്സിലാവില്ല, അവർ പറയാൻ നമുക്ക് മനസ്സിലാവില്ല. അതേ കണക്ക് അങ്ങനെ ആകുമ്പോഴേക്കും അവർ എന്തെങ്കിലും അങ്ങനെ കുറെ പ്രശ്നം. അത് നമ്മൾ എവിടെ പോയാലും ഇപ്പം എവിടെ പോയാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. സ്പീഡിലൂടെ നടക്കാൻ കൊള്ളാം കേട്ടോ, അല്ല. പക്ഷെ ഫുട്പാത്തിലെല്ലാം അവർ വണ്ടിയും അവരെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കണ്ടോ? ഓ ദേ ഇവിടെ സിഗ്നൽ ഉണ്ട് കേട്ടോ റോഡ് ക്രോസ് ചെയ്യാൻ. പക്ഷെ ഇതാ അങ്ങേര് റോഡ് ക്രോസ് ചെയ്തല്ലോ. നടത്തിയതാ അവിടെ സ്വിച്ച് ഉണ്ടായിരുന്നാ? ഓ അത് കൊള്ളാം കേട്ടോ. സ്വിച്ച് നോക്കി നമ്മളുടെ വണ്ടി എല്ലാം അവിടെ നിർത്തി തന്നു പെട്ടെന്ന് ഓൺ ദ സ്പോട്ട്. ആരും ഇനി സിഗ്നൽ വീണിട്ട് സ്റ്റോപ്പായിട്ട് ആരും ഇങ്ങനെ വണ്ടി ഓവർടേക്ക് ചെയ്തൊന്നും വരണില്ല. അതൊരു നല്ലൊരു കാര്യമാണ് ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ. ഇവിടെ പോകണമെന്ന് പറഞ്ഞൂടെ ചുമ്മാ അങ്ങ് നടക്കുകയാണ് നമ്മൾ. റെസ്റ്റോറൻറ്റ് കിട്ടുന്നില്ല, നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടുന്നില്ല ഫുഡ് കഴിക്കാൻ. ആരും ആ വൈറ്റ് ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല. അത്ര അവർ റൂൾസ് പാലിക്കുകയാണ്. ഇവിടുത്തെ വണ്ടികൾ കാണുന്നത് ലാംഗ്വേജ് എന്തെങ്കിലും എടുക്കാൻ പറ്റും വിചാരിക്കുന്നത്. ഇതൊരു റെസ്റ്റോറൻ്റാണ്, ബട്ട് ഐ തിങ്ക് ഇസ് സോ എക്സ്പെൻസീവ്. 104 മെറ്റോ. ഇത് മറ്റേ ഹൈവേ റോഡല്ലേടാ? കറങ്ങി അവിടെ നിന്നേ കറങ്ങി തിരിച്ച് വീണ്ടും ഹൈവേ റോഡ് വന്നിരിക്കുന്നു. കൊള്ളാം, സൂപ്പർ. നീ ഇത് കയറിയാലോ? ഓ ദേ പോർക്ക് ഇത് പോർക്ക് ഫുള്ളും അങ്ങ് വേവിച്ചിരിക്കുകയാണ് ഗൈസ്. അൽഫാം ചെയ്തതാണ്. പോർക്ക് അൽഫാം അല്ലേ? പോർക്ക് ഗ്രില്ല് ചെയ്തത്. പട്ടിയല്ലേടാ, പോർക്കാത്. പോർക്കടാ മണ്ട അത്. ഇത് മീനും ലൈവായിട്ട് മീന് നമുക്ക് ഒരു പിടിച്ച് പൊരിക്കും തോന്നുന്നത്. ഫ്രൈഡ് റൈസ് വിത്ത് എഗ്ഗാണ് ഓർഡർ ചെയ്തത്. പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം. ഫുഡ് എന്താന്ന് പറ.
ഫുഡ് ഫ്രൈഡ് റൈസ് അല്ല, എഗ് ഫ്രൈഡ് റൈസാണ്. ഇത് എഗ് ഫ്രൈഡ് റൈസ്, ഇത് ബീഫ്, അതും ബീഫ്, ബാക്കി എല്ലാവരും ബീഫ്. വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെ, കുറച്ച് ഫുഡ് വേസ്റ്റായി. ഒരു വിലയില്ല. ഒന്ന് കൈ കഴുകിയിട്ട് നേരെ വീട്ടിൽ പോവാം. ഇത് പുറത്തൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. എത്രയാണ് ടോട്ടൽ? 4 ലക്ഷത്തി 9 ലക്ഷമോ? 9 ലക്ഷത്തി സംതിങ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയത്. കഴിച്ച് എന്താ ലൈഫല്ലേ. 9 ലക്ഷം രൂപയ്ക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റിച്ച് തന്നെയല്ലേ. റിച്ച് ലൈഫായിട്ട് ജീവിക്കുകയാണ് വിയറ്റ്നാമിൽ. ഷോറൂമോ സെക്കൻഡ് ഹാൻഡ്സ് കാർ കൊടുക്കുന്ന സ്ഥലമാണ്. മിനി 5 ഡോറോ, മിനി കൂപ്പർ, BMW. സീനിയടോ ഈ വണ്ടി അല്ല, BMW ഷോറൂം ആണെന്ന് തോന്നുന്നു. കാരണം BMW ഷോറൂം റെഡ് കാറ്. ഇത് ആ കണ്ട് ഞാൻ ഓപ്പൺ ഡോറുള്ള BMW ബൈക്ക്. വണ്ടിയാണ് സീൻ വണ്ടി. സീൻ വണ്ടി ഗൈസ്. വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതിൽ, ഇവിടെ ലൈൻ കമ്പിയൊന്നും ഇല്ല റോഡിൽ. ഉണ്ടോ? ഒരു ലൈൻ കമ്പി നമുക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് ഫുൾ അണ്ടർഗ്രൗണ്ട് വഴിയാണ് ലൈനും കാര്യങ്ങളൊക്കെ പോണത്. പിന്നെ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഹനോയി നമ്മൾ ബൈ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാനും സാദിഖും ഉണ്ട്. ഞാനാണ് മെയിൻ ബ്ലോഗർ. ഹായ്, ദിസ് ഈസ് മൈ ഫ്രണ്ട് സാദിഖ്. ഈസ് എ വെരി ഗുഡ് ബ്ലോഗർ. സോ ഇതാണ് സ്റ്റേഷൻ. അപ്പം നമ്മൾ ഹനോയി 2 ദിവസം ഹനോയിലുണ്ടായിരുന്നു. അപ്പം ഇനി ഹനോയിന് നമ്മൾ ബൈ പറയുകയാണ്. ബൈ ഹനോയ്. ആൻഡ് നമുക്കിനി അടുത്ത സ്ഥലത്ത് പോയി ഇനി അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ പോലീസ് വണ്ടിയാണ്. ഇത് ലാൻഡ് ക്രൂസർ വണ്ടി. നമുക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ വണ്ടി. സീനുകൾ നമ്മളെ നാട്ടിലുണ്ട്. മഹീന്ദ്ര ടൈമായി. സോ നമുക്കിനി പെട്ടെന്നൊന്നും സ്റ്റേഷനിൻ്റെ ഏത് പ്ലാറ്റ്ഫോമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. സോ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 കിലോ ഇങ്ങനെ ട്രോളിങ് വെക്കാം, അടയ്ക്കുകയും ചെയ്യാം. പിന്നെ ഈ ട്രെയിനാണ്. ട്രെയിൻ വലുപ്പമുണ്ടോ കേട്ടോ. നല്ല ഹൈറ്റ് അല്ലേ ഇത്? നല്ല ഹൈറ്റ് ഉണ്ട്. ഗൈസ്, അവർ 4ാമത്തെ കോച്ചാണ്, നമ്മൾ 5ാമത്തെ കോച്ച്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. 5 seat number 5. Please contact by the following phone numbers: 0912010056, Customer Service Central Office 19000109. Vietnam Railway Transport would like to thank and honor to serve you. എത്ര സീറ്റ് നമ്പർ? Kính thưa quý khách, để cuộc hành trình của chúng ta được thuận lợi, an toàn và đảm bảo quyền lợi cho hành khách đi tàu,
Công ty cổ phần vận tải đường sắt Tô xin thông báo một số nội quy đi tàu và quyền lợi của hành khách đi tàu như sau. ഏറ്റവും മുകളിലാ Khi đi tàu, buộc quý khách đi tàu phải có vé hợp lệ. Chính được phản ánh kiến nghị về tinh thần trách nhiệm, thái độ giao tiếp ứng xử, phục vụ của nhân viên và dịch vụ đường sắt, được giải đáp thắc mắc, tư vấn về các hình thức dịch vụ vận tải đường sắt. Trong suốt hành trình quý khách cần giải đáp, đề nghị liên hệ số điện thoại đường dây nóng 0912000056, tổng đài chăm sóc khách hàng 19000109. Đường sắt Việt Nam trân trọng cảm ơn quý khách đã lựa chọn phương tiện đường sắt. Train regulations on passengers. 1. Train passengers must have valid സ്മെല്ലൊന്നുമില്ല. tickets, present tickets and identification documents. 2. All range or നല്ല ഫാസ്റ്റ് ആണല്ലോ. banned from circulation or transportation when travelling. ഇതാണ് ട്രെയിന്. ഇവിടെ ഈ മറ്റേ സ്ലൈഡ് ഡോറാണ്. നമ്മൾ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. Welcome. Provided with folding Bye. guarantee. മിക്കവാറും അതിലൊരു സീറ്റ് ഇതായിരിക്കും. Maintain order and കോച്ച് general 5-ലാണ് hygiene. സീറ്റ്. പക്ഷെ എൻ്റെ എല്ലാം When there is an incident occurs, you calmly follow the 4-ലാണ്. സോ arrangement and നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകാൻ ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. നമുക്കിനി അങ്ങോട്ട് പോവാം. എൻ്റെ ബാക്കിയെല്ലാം നമ്മളാണ്. ടിക്കറ്റ് അതാണ് അവര്. എല്ലാരും ഓക്കെ അല്ലേ? എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ വീണ്ടും വന്നു. എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ അല്ല എന്നാ ബൈ. നീ ഓക്കെ അല്ലേ? അയ്യോ നീ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആ ഓക്കെ ആയിരിക്കണം. അങ്ങനെയാണ്. ഫിനി നീ ഓക്കെ അല്ലേ? ഹാപ്പിയാണോ? ആ നിങ്ങൾ അവിടെ കയറ്റൂല. ഹായ് ഓക്കെ അല്ലേ? സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് 10-ല്? അതെന്ത് 2 മാർക്ക് ഇവിടെ പോയി? 2 മാർക്ക്. ഇതാണ് എൻ്റെ. ഇതല്ല ഇത് ഏത് വെളിക്കിടന്നാ മതി. മാറാ. ഇതാണ് എൻ്റെ. ഇവരെ തന്നെയല്ലേ ഞാൻ വർഷം മൊത്തം കണ്ടോണ്ടിരിക്കുന്നത്. ഇതിൽ ടെമ്പറേച്ചർ AC ടെമ്പറേച്ചർ 24 to 25 ഡിഗ്രിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ When the train will receive a notice from the ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം കേട്ടോ. വെള്ളം When the train is about to arrive, the flight attendant must notify the passengers and remind them to rearrange their railway employees. ഹാൻഡ് വാഷ് Answering ഉണ്ട്. questions and consulting offers of railway transport services. അയ്യോ പറയണ്ടേ? നീ ഇവിടെ സീറ്റില്ല. പുതിയത് ചെറിയൊരു ഗ്യാപ്പില്ല. അല്ല ഇവിടെ മഹാദേവൻ വന്ന് കിടക്കാണ്. ഇവിടെ മാറ്റണം ഇവിടെ നിന്ന്. ഇല്ല ഈ കണ്ണു വെച്ച് പോയാൽ 3 ഇട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്.
ഹായ് ഗൈസ്, ഞാൻ ഉറങ്ങി എണീച്ചേ ഉള്ളൂ ഇപ്പം. പിന്നെ വന്ന് തൊണ്ട വയ്യാണ്ടായി. നമ്മൾ കോഫി വാങ്ങാൻ വേണ്ടി കിച്ചണിൽ വന്നിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ട്രെയിനിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. ഇരിക്കാൻ സ്ഥലമില്ല ഇവിടെ. ബണ്ണ് വല്ലതും ഉണ്ടാകും നോക്കണം. ബണ്ണോ എഗ്ഗോ ഇതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കാനാണ് പ്ലാൻ. ഇത് നീ കുടിച്ചോ? ഗൈസ്, കോഫിയും ബണ്ണ് വാങ്ങിച്ച്. എന്ത് വാങ്ങിച്ചാലും ആദ്യം പൈസ കൊടുക്കണം, എന്നാലേ അവർ സാധനം തരും. പൈസ വാങ്ങി അപ്പം തന്നെ പൈസ കൊടുക്കണം. ഇവിടുത്തെ ഇതാണ് ചെറിയ സെറ്റപ്പ്. കാടമുട്ട നമുക്ക് കഴിയാം. കാടമുട്ടല്ലേ ഇത്? മറ്റേ നാടൻ മുട്ട ആണോ? കളറ് നാടൻ മുട്ട. നാടൻ മുട്ട ഇവിടെ വൈറ്റ് ഇല്ല, വൈറ്റ് ഒക്കെ ഇല്ല. ആണോ? ഇല്ല, എല്ലാം ഇവിടെ ഇതാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതിനിവിടെ ബിരിയാണിയിൽ മുട്ട കൊടുക്കും. ബിരിയാണിക്ക് എത്രയായിരുന്നു? ബിരിയാണി നമ്മൾ കഴിച്ചത് 700 സംതിങ് ആയിരുന്നു ഒരു ബിരിയാണി. കടലും നല്ല വ്യൂടാ. വാവ്. This is Kadal and this is Kyle, right? ടണലാണ് കഴിച്ചത്. ആ അതെ. കടൽ കൊള്ളാം കേട്ടോ. നല്ലൊരു നമ്മൾ പോണ യുവിൻ്റെ പോണ നോക്ക് കഴിച്ച്. ഇതിൻ്റെ സൈഡ് കൂടിയാണ് പോണത്. എനിക്ക് പേടിയാവണം ഇത് ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട്. പഴയതിലാക്കാനുള്ള പണിയാന്ന് തോന്നുന്നു. മലയാളക്കാരെ എടുത്തിട്ടുണ്ട്. അത് പണി നല്ലൊരു തലയിലാക്കാൻ പോകും. സോ ഗൈസ്, നമ്മളിതാ ഇപ്പം ഇറങ്ങാൻ പോയാണ്. നമ്മളാ സ്റ്റേഷൻ എത്താറായി. ഇതേ. സോ നമ്മളെല്ലാം പാക്കൊക്കെ ചെയ്തു. ഇതേ എല്ലാം സാധനം എടുത്തു. ഇനി നമ്മൾ സ്റ്റേഷൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇറങ്ങും. ഒരു കുറച്ച് നേരമേ ഇവർ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുകയുള്ളൂ. അതാണ് വേറെ പ്രശ്നം. സോ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങണം. എന്നിട്ട് പിന്നെ എല്ലാം ഡോറൊന്നും ഓപ്പൺ അല്ല. അവർ ചില ഡോറൊക്കെ മാത്രമേ ഓപ്പൺ. ഇപ്പം ഒരു ബോഗിലാണെങ്കിൽ 2 ഡോർ കാണുമല്ലോ. അപ്പം ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്പൺ, 2 ഓപ്പൺ ചെയ്ത് വയ്ക്കില്ല. ഒന്ന് പൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ ഡോർ വഴി മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. സോ മാക്സിമം പെട്ടെന്ന് ഇറങ്ങാൻ നോക്കണം, ഇല്ലെങ്കിൽ ഇതിൽ പെട്ടുപോകും. നമ്മളിപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ഇതെല്ലാം മടക്കി വയ്ക്കുകയാണ്. അതായത് നമുക്ക് കിട്ടിയ ബെഡ് ഇങ്ങനെയാണ്. ഒരു വൈറ്റ് കളറ് കോട്ടൺ ആയിട്ടുള്ള ഒരു തുണിയും പിന്നെ ഒരു തലകനും പിന്നെ ഒരു ബെഡ്ഷീറ്റ്. ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ ചാർജിങ് സ്പോട്ടാണെങ്കിൽ ഇതേ ഒന്ന് താഴെ പിന്നെ ഒന്ന് മുകളിൽ. അത്രയേ ഉള്ളൂ. 2 ചാർജിങ് സ്പോട്ടാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. പിന്നെ ഇത് AC. അത്രേ ഉള്ളൂ. ബാക്കി ലൈറ്റും ഈ സൗണ്ടിൻ്റെ ഇതെന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അത് വിളിക്കുമ്പോഴത്തേക്ക് ചിലപ്പം എവിടെയെങ്കിലും ആൾ വരുമായിരിക്കും. സോ അതിൻ്റെ ആണെന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ല കഴിച്ചത്. ഇറങ്ങാറായി. നല്ല താന്നിരിക്കുന്ന ഒരു സ്റ്റേഷനാണ് കഴിച്ച്. നോക്ക്. നമ്മള് ഇതാ പുറത്ത് പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ ജേർണി? കൊള്ളായിരുന്നു.
കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പാക്കേജിലുള്ള ആള്. സോ നമുക്കിനി അവരെ ഫോളോ ചെയ്യാം. ഒരു മരം. ഓക്കെ വേണോ, ഒരു ടീം ഫോളോ ചെയ്യാം നമുക്ക് ഇവരെ. അടാ ഓക്കെ എടുത്ത് പേര് ചോദിക്കണേ. ഷേക്കും കൊടുത്താ മാറ്, അങ്ങനെ പറ്റൂല. ബസ് കം ഹിയർ. ഓക്കെ സോ ഗൈസ് നമ്മളിപ്പോൾ ആ ബസ് ഇപ്പം വരും. സോ ഗൈസ് ദാറ്റ് ബസ് നോ വെയിറ്റ് അന്നേ വേണം. എടാ വേറെ വരെ ഒന്ന്. ആ നീ കയറിപ്പോ, നീ അവരെ കൂടെ കയറിപ്പോ. സോ നമ്മളെ ബസ് ഗൈസ് ഇതോ വന്നുകൊണ്ടിരിക്കുകയാണ്. ചലോ ഇവർ വിചാരിക്കണേ നമ്മൾ ഹിന്ദിയാണെന്ന് കേട്ടോ. സോ നമുക്ക് അവരെ കൂടെ പോവാം ഗൈസ്. നമുക്ക് ഈ ബസ്സിൽ കയറാം. You can leave your luggage here. Yeah. The driver can help you send the luggage into the. So you can go onto the bus. ഓക്കെ Just leave your luggage here and go onto the bus. We will ആ arrange ബസ് the luggage. ലഗേജ് ഇവിടെ വെച്ചിട്ട് പോവാണെന്ന്. ലഗേജ് ഇവിടെ വെച്ചിട്ട് അകത്ത് കയറാണെന്ന്. ടൈമില്ല. Just leave your luggage here. Okay. Okay. Thank you. താങ്ക് യു. സോ നമുക്ക് കയറാം ഗൈസ്. Yes. Hi. Yes. Actually, yeah, they didn't really show you about you. They are very Really? good. What? എന്താ December batch il poyer. I'm really happy to hear about that. Okay. So we are the team. Nice to meet you. Nice to meet Peoples. you. Yeah. What's your name? My name is Tana. 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 My name is Sadiq. Yeah. Yeah. Nice to meet you. Nice to meet you. ഇവിടെ ആരാ? താനയാ? താന എൻ്റെ കൂടെയാ? ആ എടുത്ത്. അയ്യോ അത് എടുത്തില്ല. താന ഇറങ്ങിയാ? എനിക്ക് ഞാൻ അവിടെ വിളിച്ചിട്ട് വരാം. അയ്യോ സുഫയിലേ അത് ശരിയാവില്ല. I will be your guide for 3 days. And this is the first time we met, right? And this is the second time I met the team leader. I'm really happy today to meet you all. I hope we can have 9 days together. സോ നമ്മളിവിടെ നിന്ന് ആദ്യം പോണത് ഒരു ഹോട്ടലിലേക്കാണ്. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ ഹോട്ടൽ. അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങണം. നമ്മളെ സ്ഥലം എത്തി. നമ്മളിതാ ഇറങ്ങിയാണ്. When you get up, bring your luggage up to the lobby and prepare your passport. All of you. ഓക്കെ സോ നമ്മൾ മുകളിൽ കയറിയിട്ട് ഇത് എന്താണ് ലഗേജ് അവിടെ വെക്കണം, എന്നിട്ട് പാസ്പോർട്ട് കാണിക്കണം. അതാണ് അവർ പറഞ്ഞത്. സോ നമ്മൾ ലഗേജ് എടുത്തിട്ട് ഇനി പോവാം. നീ എന്നാ വെയിറ്റ് ഉണ്ടോ? ഗൈസ് നമ്മൾ എത്തി. റൂം എടുക്കുന്നുള്ള ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആവണം. ഗൈസ് നമുക്ക് റൂം കിട്ടി. ഹായ്. സോ നമ്മൾ പോവുകയാണ്. നല്ല ക്ഷീണമുണ്ടല്ലോ. സ്റ്റെയർ കയറാനാ? എത്ര മൊത്തം? അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ സ്റ്റെയർ കയറി പോകണം ഗൈസ്. ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ നല്ല തിരക്കാൻ. അയ്യോ തലയിടിച്ചടാ ഇതിൽ. ഇത് അൺസേഫാണ് ഗൈസ്. ഇതിൽ തലയിടിച്ചത്. ഇടിച്ചാ നിന്നെ ആരെങ്കിലും ഇടിച്ചാ? എടാ ഇത് തുറക്കടാ. അയ്യോ
ഇതാണ് നമ്മുടെ റൂം. പക്ഷെ ഇവിടുത്തെ ബാത്റൂം, ബാത്റൂം ഇങ്ങനെയാണ് കൊള്ളാം. ഇവിടെ ഷവറുണ്ട്. നമുക്ക് ഇവിടെ കുളിക്കാം. ഇവിടെ മറ്റേ ഇതുണ്ട് കേട്ടോ, ഹെയർ ഡ്രയർ ഉണ്ട്. സോ നമുക്ക് യൂസ് ചെയ്യാം. ബ്രഷ് ഇനി എനിക്ക് ബ്രഷ് വാങ്ങണ്ട കേട്ടാ. ബ്രഷ് ഇവിടെ ഉണ്ട്. 2 എടുക്കാം. അല്ല, അത് കവറാണോ? പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാത്തതാ. ഏത് പൊട്ടിച്ചിട്ടില്ല? അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ അല്ല, ഇത് മുകളിലാ. കഴുകിട്ട് അവർക്ക് മറ്റേ സാധനം ഒട്ടിച്ചാൽ പോലെ. അങ്ങനെ പറയല്ലേ. നമുക്കിതാ ഇവിടെ നിന്ന് ലഞ്ച് കിട്ടിയതാണ്. കുറച്ച് ചോറ്, ഒരു ചിക്കൻ പീസും സലാഡും. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് കുക്കിങ്ങിലാണ്.